അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മുളാരിയായ ഫീലിനെ നെസ്ബ് ചെയ്യുന്ന അദാത്തുകളാണ് അൻ, ലൻ, കൈ, ഹത്ത, ലാമു തഅലീൽ, അതുപോലെ തന്നെ ലാമുൽ ജുഹൂദ്, ഫാഉ സബബിയ, വാവുൽ മഇയ്യത്ത്. ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. അന്ന് മസ്ദരിയാണ്. മസ്ദറിൻ്റെ അർത്ഥം അന്നിന് ശേഷം വരുന്ന ഫീലിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്ന് നെസ്ബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും, മുളാരിയായ ഫീലിന് അന്ന് നെസ്ബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രത്യേക നിബന്ധനകളൊന്നും ഇല്ല. ഉദാഹരണം അലൈക്ക അൻ തുദാക്കിറ. രണ്ടാമത്തേതാണ് നെസ്ബ് മുളാരിയായ ഫീലിന് ചെയ്യുന്ന അദാത്തിൽ രണ്ട്, നഫിയുൽ മുസ്തഖ്ബിൽ. മുസ്തഖ്ബിലിനെ നഫി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കും, പ്രവർത്തിക്കുകയില്ല, ആ അർത്ഥത്തിൽ ഉപയോഗിക്കാനാണ് ലൻ ഉപയോഗിക്കുന്നത്. അൽ മുജ്തഹിദു ലൈ യുഖയ്യിബ. പരിശ്രമിക്കുന്ന ആൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇങ്ങനെ മുസ്തഖ്ബിലിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ശേഷം മുളാരിയായ ഫീല് മൻസൂബായിരിക്കും. കൈ, ഔലി കൈ, രണ്ടും തഅലീലിന് വേണ്ടി, കാരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ജീത്തു കൈ അജ്ലിസ, ഞാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അജ്ലിസ, കൈ അജ്ലിസ. അപ്പോൾ ഇരിക്കാൻ വേണ്ടി എന്ന ഇല്ലത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, കാരണത്തെ. ഹത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഓയത്ത്, ഇന്നത് മുതൽ ഇന്നത് വരെ, ഇന്ന സ്ഥലം വരെ, ഇങ്ങനെ സൂചിപ്പിക്കാനാണ് ഓയത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നോക്കൂ, ഈ ഓയത്ത് തന്നെ ഇലാ അന്നിൻ്റെ അർത്ഥത്തിനും വരും, കൈ എന്നുള്ള അർത്ഥത്തിനും വരും. സും ഹത്ത തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. കണ്ടോ, ഇലാ അന്നിൻ്റെ അർത്ഥമാണ് തഗ്റുബ. ഇനി ഉദാക്കിറു ഹത്ത അൻജഹ, ഞാൻ നന്നായി വായിച്ച് പഠിക്കുന്നു. ഹത്ത അൻജഹ, ഞാൻ വിജയിക്കാൻ വേണ്ടി. അവിടെ ഇല്ലത്തിൻ്റെ കൈയിൻ്റെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഹത്ത രണ്ട് ഇലാനിൻ്റെ അർത്ഥത്തിനും കൈയിൻ്റെ അർത്ഥത്തിനും വരും. മുളാരിയായ ഫീൽ അതിൻ്റെ ശേഷം മൻസൂബായിരിക്കും. സും ഹത്ത തഗ്റുബ ശംസു. ഇനി അടുത്ത ലാമു തഅലീൽ. ദാക്കിർ, നീ നന്നായി പഠിക്കണം. ലി തൻജഹ, നീ വിജയിക്കാൻ വേണ്ടി. അപ്പം ലി എന്നതിന് ശേഷം അന്ന അവിടെ മറിഞ്ഞ് നെസ്ബ് ചെയ്യുന്നതാണ് ലി തൻജഹ. ലാമുൽ ജുഹൂദ്, നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാമാണ്. അത് തസ്ബിഖു ബി കൗനിൻ മൻഫിയൻ, അതിൻ്റെ മുമ്പ് മാക്കാനയോ ഔലമ്യക്കുൻ പോലത്തെ നഫീൻ്റെ ഫീലുകളായിരിക്കും ഉണ്ടാകുക. ലം യക്കുനിൽ ജഹ്ലു, ജഹ്ല് ആയിട്ടില്ല. ലിയംഫ, ഉപകരിക്കുന്നതായിട്ടില്ല. ലിയംഫ. അപ്പോൾ കണ്ടില്ലേ, ലിയംഫ എന്ന് പറയുന്ന ജുഹൂദിൻ്റെ അവിടെ വന്ന ലാമ് ജുഹൂദിൻ്റെ ആണ്. കാരണം അതിൻ്റെ മുമ്പ് ലം യക്കുൻ എന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാക്കാന, ഇങ്ങനെയുള്ള ഫീലിൽ അതിൻ്റെ മുമ്പ് വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഫാഉ സബബിയ. സബബിയ മാ ഖബ്ലഹ സബബുൻ ലിമാ ബഅദഹ. മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പുള്ളത് സബബുൻ, കാരണമാകും, ലിമാ ബഅദഹ, ശേഷം സംഭവിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. മാ അഹ്ലംതു ഫഅഖാഫ, ഞാൻ മടി കാണിച്ചിട്ടില്ല. അങ്ങനെ മടി കാണിച്ചാൽ ഫഅഖാഫ, ഞാൻ ഭയപ്പെടുന്നവനായി മാറും. അഹ്മൽതു എന്നാണ്, അഹ്മൽതു. ഏതായാലും ഇവിടെ ഫഅഖാഫ, അവിടെ സബബിയത്തിൻ്റെ ഫ ആണ്. അപ്പോൾ അഹ്മൽതു, ഈ ഇഹ്മാൽ എന്നുള്ളത് കൊണ്ട് വരുന്ന കാര്യമാണ് ഫഅഖാഫ എന്ന് പറയുന്ന, ഈ ഭയപ്പെടുക എന്ന് പറയുന്ന സബബ്. ഇനി അടുത്ത് വാവുൽ മഇയ്യ. മയ്യത്തിൻ്റെ വാവിൻ്റെ ശേഷം മുളാരിയായ ഫീലിന് നെസ്ബിൻ്റെ നെസ്ബായിരിക്കും. മഅന, മഅ എന്ന് പറയുന്ന കൂടെ എന്നുള്ള അർത്ഥത്തിനാണ് ഉണ്ടാകുക. ലം മാമുർ ബി ഷൈഇൻ, ഞാനൊരു കാര്യത്തെ കൽപ്പിക്കുകയില്ല. വ ഉഖാലിഫു, എന്നിട്ട് ആ കൽപ്പിച്ച കാര്യത്തിനോട് കൂടെ ഞാൻ അത് എതിരാവുകയും ചെയ്യും. വ ഉഖാലിഫു, ആ കൽപ്പിച്ചതിനോട് കൂടെ എതിരാവുകയും ചെയ്യും. അപ്പോൾ അവിടെ കൽപ്പിച്ചതിനോട് കൂടെ മഅ എന്നുള്ള അർത്ഥം എന്ത് ചെയ്യാണ്, ഇവിടെ വരികയാണ്. ഇതാണ് മഅയ്യത്തിൻ്റെ വാ എന്ന് പറയുന്നത്. ഇനി ഇദൻ എന്ന് പറയുന്നത് തദുല്ലു അലൽ ഇസ്തിഖ്ബാലി, മുസ്തഖ്ബിലിൻ്റെ മേലാണ് ഇദൻ അറിയിക്കുന്നത്. മുസദ്ദറത്തൻ, ഇദൻ തുടക്കത്തിൽ വരും. ലം യഫ്സിൽ ബൈനഹ ബൈനൽ ഫീലി, ഫീലിൻ്റെയും അതുപോലെ തന്നെ ഇദൻ എന്നുള്ളതിൻ്റെ ഇടയിലും പിരിക്കാൻ പാടില്ല. പിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മുളാരിയായ ഫീലിന് നെസ്ബ് അവിടെ ലഭിക്കുന്നതല്ല.
ഇദൻ അക്രമക്ക എന്ന് പറയാം. ജവാബൽ ലിമൻ ഖാല സ ആതീക ഗദൻ, ഞാൻ എൻ്റെ അടുക്കൽ നാളെ വരുട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജവാബായിട്ട് നമ്മൾ പറയാം ഇദൻ ഉക്കിരിമക്ക അല്ലെങ്കിൽ ഇതൻ അക്കിരിമക്ക, എന്നാൽ ഞാൻ നിന്നെ ബഹുമാനിക്കും. കണ്ടോ ഇതൻ. അപ്പോൾ അതിൻ്റെ ജവാബായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫീലിൻ്റെ ഇടയിലും ഇതൻ എന്നുള്ളതിൻ്റെ ഇടയിലും വേറെ ഒന്നുകൊണ്ടും പിരിക്കാൻ പാടില്ല. ഇനി ഔ എന്നുള്ളത് ബിമാന ഇലാൻ്റെ അർത്ഥത്തിന് വരാം, ഇല്ല രണ്ടർത്ഥത്തിനും വരാം. ലസ്തസ്ഹിലന്ന സ്വഅബ, തീർച്ചയായും ഞാൻ പ്രയാസത്തെ എളുപ്പമാക്കും. ഔ അദ്രിക്കുൽ മുന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹത്തെ എത്തിക്കും. അപ്പോൾ എൻ്റെ ആഗ്രഹത്തെ ഞാൻ എത്തിക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ പ്രയാസം എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഔ ഉദിരിക്ക എന്നൊക്കെ പറയുന്നത് ഇലാനിൻ്റെ അർത്ഥത്തിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹത്തനെ പറ്റി നമ്മൾ പറഞ്ഞു, ഓയത്തിന് മേലാണ് അറിയിക്കുന്നത്, ഇലാനിൻ്റെ അർത്ഥത്തിനാണ് വരുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അംർ, നഹി, ഇസ്തിഫാം, തമന്നി, റജാ, അതുപോലെ തന്നെ ദുആ, തഹ്ലീൽ, അർള്, ഇവകൾക്കൊക്കെ ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, മുളാരി ആഫിയിൽ മൻസൂബാകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. ഓരോന്ന് പറയുന്നുണ്ട്. അംറെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, കൽപ്പിക്കണം. ഇജ്തഹിദ് ഫി ദിറാസത്തിക ഫതൻജഹ. അപ്പോൾ അതിൻ്റെ ഒരു ഷർത്ത് പറഞ്ഞ് ഒരു ജവാബ് പറയുന്നത് പോലെയാണ് വരുന്നത്. നീ നിൻ്റെ പഠനത്തിൽ ഇജ്തഹിദ് പരിശ്രമിക്ക്, ഫതൻജഹ, അപ്പോൾ നിനക്ക് വിജയിക്കാം. അംർ. അപ്പോൾ ഇജ്തഹിദ് എന്നുള്ള അംർ വന്ന് ഫതൻജഹ. നഹീലും അതുപോലെ തന്നെ വലാ തത്തബിൽ ഹവ ഫയുളില്ലക അൻ സബീലില്ലാ എന്ന് പറയും. ഫയുളില്ലക. അപ്പോൾ നഹി കഴിഞ്ഞിട്ട് ഫയുളില്ലക, അതിൻ്റെ ശേഷം വരുന്ന ജവാബിലും മുളാരി ആഫിയിൽ നസ്ബ് മറഞ്ഞ് ചെയ്യും. അപ്പോൾ ഫയുളില്ലക. നീ അതുപോലെ തന്നെ ഇസ്തിഫാം പറയൂ. ഫഹല്ലന മിൻ ഷുഫാ, ഫഹല്ലന എന്നുള്ള ഇസ്തിഫാമാണ്. മിൻ ഷുഫാ ഫയഷ്ഫഉ, അവിടെയും അഞ്ഞ് മറിഞ്ഞ് നസ്ബ് ചെയ്തു. അതുപോലെ തന്നെ തമന്നി എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് ആഗ്രഹിക്കുക. യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ. ഫഅഫൂസ എന്ന് പറയുന്ന അവിടെ തമന്നി, യാ ലൈതനി എന്ന് പറയുന്ന തമന്നിയുടെ ജവാബിൽ ഫ വന്നു. ആ ഫാൻ്റെ ശേഷം അഞ്ഞ് മറിഞ്ഞ അവിടെ നസ്ബ് ചെയ്യാണ്. റജാ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ലഅല്ലി അബ്ലു അൽ അസ്ബാബ അസ്ബാബസ്സമാവാതി ഫഅത്വലിഅ. ലഅല്ലി എന്ന് പറയുന്ന റജായിൻ്റെ അദാത്താണ്. അതിൻ്റെ ശേഷം വന്ന ഫഉൽ അതിൻ്റെ ജവാബിൽ ഫഅത്വലിഅ മുളാരി ആഫിയിൽ മൻസൂബാണ്. അവിടെ അഞ്ഞ് മറിഞ്ഞ് നസ്ബ് ചെയ്യും. ദുആ റബ്ബന ഗഫിർ ലന ഫനഫൂസ, അങ്ങനെയുള്ള ജവാബിലും. അതുപോലെ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ഹുവ തൊലബുൻ മാ തൗക്കീദിൻ വഹസ്സിൻ വഅദവാതിഹി അല്ല ലൗല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ ചെയ്യുന്നതിനാണ് തഹ്ലീൽ എന്ന് പറയുന്നത്. അതിന് ഹല്ല ലൗല പോലത്തെ രണ്ട് അദാത്താണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഹല്ല അസ്ലംത, നിനക്കൊന്ന് മുസ്ലിം ആയിക്കൂടെ, ഫതദ്ഖുലൽ ജന്ന, അപ്പോൾ നിനക്ക് ഇസ്ലാം സ്വീകരിക്കാം. ഫതദ്ഖുല, അപ്പോൾ അവിടെ അഞ്ഞ് മറിഞ്ഞ് നസ്ബ് ചെയ്യാണ് തഹ്ലീലിൻ്റെ ശേഷം. അതുപോലെ തന്നെ അർള് പറഞ്ഞാൽ ത്വലബു ബിറിഫ്ഖിൻ വലീനിൻ, ഒരു കാര്യം ചെയ്യാൻ വളരെ സോഫ്റ്റായിട്ട് അപേക്ഷിക്കുന്നതിനാണ്. അല്ല തസൂറന, നീ നമ്മളൊന്ന് സന്ദർശിച്ചൂടെ, ഫനുക്രിമക്ക, അപ്പം നമുക്ക് നിങ്ങളെ ബഹുമാനിക്കുക, ഫനുക്രിമക്ക. അപ്പോൾ അവിടെ അർള് അതിൻ്റെ ഫനുക്രിമ എന്നുള്ള ജവാബിൽ അന്ന് മറിഞ്ഞ അവിടെ നസ്ബ് ചെയ്യണം. അതുപോലെ തന്നെ നഫിയുടെ ശേഷം അങ്ങനെ തന്നെയാണ്. അന്ന് അതിൻ്റെ ജവാബിൽ മറിഞ്ഞ നസ്ബയും ലാ യുഖ്ള അലൈഹിം ഫയമൂതു. നമുക്കറിയാം അവിടെ നൂനെ കളയിൽ കൊണ്ടാണ് നസ്ബ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മുളാരി ആഫിലിന് നസ്ബ് ചെയ്യുന്ന അദാത്തുകൾ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.